ഓക്കെ, വീഡിയോ നമ്പർ 4 ആണ് ഇത്. ഇത് ലാപ്ലാസിന്റെ വീഡിയോ നമ്പർ 4 ആണ്. വീഡിയോ 4. Some functions and their inverse. ലാപ്ലാസ് ട്രാൻസ്ഫോംസ്. നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കുറിച്ചാണ്. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. നമ്മൾ നേരത്തെ പഠിച്ച ലാപ്ലാസ് ട്രാൻസ്ഫോംസ്, ലാപ്ലാസ് ഓഫ് 1 = 1/s, t = 1/s². ജനറൽ ആയിട്ട് t റേസ് ടു എന്നാൽ n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n+1. ലാപ്ലാസ് ഓഫ് e റേസ് ടു at നമ്മൾ പഠിച്ച 1/s - a. ലാപ്ലാസ് ഓഫ് സൈൻ at, ലാപ്ലാസ് ഓഫ് കോസ് at, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലാപ്ലാസ് ഓഫ് 1 = 1/s ആണെങ്കിൽ ഈ എല്ലിന് ഇപ്പുറം കൊണ്ടുപോയാൽ L ഇൻവേഴ്സ് ഓഫ് 1/s ആവില്ലേ? അപ്പൊ L ഇൻവേഴ്സ് ഓഫ് 1/s എന്നാൽ അതായത് 1/sന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 1ന്റെ ലാപ്ലാസ് 1/s ആണെങ്കിൽ 1ന്റെ ലാപ്ലാസ് 1/s ആണ്. അപ്പൊ 1/sന്റെ ഇൻവേഴ്സ് 1 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻവേഴ്സ് ഓഫ് 1/s is 1. ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻവേഴ്സ് എന്താ വരിക? t ആ വരിക. ഇൻവേഴ്സ് ഓഫ് 1/s² is ലാപ്ലാസ് ഇൻവേഴ്സ് L ഇൻവേഴ്സ് ആയിരിക്കും. ഇനി L ഇൻവേഴ്സ് ഓഫ് n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n+1 t റേസ് ടു n ആണ്. L ഇൻവേഴ്സ് ഓഫ് 1/s - a എന്ത് വരും? e റേസ് ടു at. L inverse of a/s² + s² sin at. L inverse of s/a² + s² cos at. L inverse of a/s² - s² sin at. L inverse of s/s² - s² cos at. അതായത് ഇതിന്റെ ഇൻവേഴ്സ് cos at, s/s² - s². ഇതൊന്ന് പഠിക്കണം നമ്മൾ കുറച്ച് ബൈ ഹാർട്ട്. ഇനി നമുക്കറിയാം t റേസ് ടു ന്റെ കൂടെ e റേസ് ടു ആയിട്ട് ചേർത്താൽ n ഫാക്ടോറിയൽ ബൈ s - a. s നെ ഷിഫ്റ്റ് ചെയ്തിട്ട് s ചേഞ്ചസ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ L ഇൻവേഴ്സ് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ s - a ഓൾ റേസ് ടു n+1 = e റേസ് ടു at × t റേസ് ടു n. ഇതിന്റെ ഇൻവേഴ്സ് e റേസ് ടു at × t റേസ് ടു n. sin bt ആണ് b/s - a ഹോൾ സ്ക്വയർ + b². അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻവേഴ്സ് ആണ്. L ഇൻവേഴ്സ് ഓഫ് by എന്ന് പറഞ്ഞാൽ e റേസ് ടു at × sin bt. ഇനി ലാപ്ലാസ് ഓഫ് e റേസ് ടു ഇത് എന്ന് പറഞ്ഞാൽ ഇതാ വരിക. അപ്പൊ അതിന്റെ തിരിച്ച് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ s - a/s - a ഹോൾ സ്ക്വയർ + b² = e റേസ് ടു at × cos b. ഹൈപ്പർബോളിക് വരുമ്പോൾ e റേസ് ടു at × sin h bt. b/s - a ഹോൾ സ്ക്വയർ - b². ഓക്കെ, അതിന്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാ വരിക. ലാപ്ലാസ് ഓഫ് e റേസ് ടു at × cos h bt എന്ന് പറഞ്ഞാൽ s - a/s - a ഹോൾ സ്ക്വയർ - b². ഓക്കെ, അപ്പൊ ഇത്രയും വന്നു. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് കുറെ ഫംഗ്ഷന്റെ ലാപ്ലാസ് പഠിച്ച് അതിന്റെ ഇൻവേഴ്സും പഠിച്ച്. ലാപ്ലാസ്, അതിന്റെ ഇൻവേഴ്സ്. ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. നമ്മൾ +2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഗതി. നമ്മൾ +2 നമ്മൾ പഠിച്ചതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ +2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതിൽ പല ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമില ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ സാധാരണഗതിയിൽ വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നുകിൽ a/s - a ടൈപ്പിലുണ്ടാവുക ഒരു ടൈപ്പ്, അല്ലെങ്കിൽ a/s - a, a2/s - a ഹോൾ സ്ക്വയർ, a3/s - a ഹോൾ ക്യൂബ്, ഈ ടൈപ്പിൽ വരും. ഇനി അല്ലെങ്കിൽ അടിയിൽ s² + as + b ടൈപ്പിൽ. അന്നേരം നമ്മൾ as + b എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ 2 ആണെങ്കിൽ s² + as + b ടൈപ്പ് ആണെങ്കിൽ മുകളിൽ as + b / s² + as + b എന്ന്. ഈ s² + as + b ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ a1s + b1 + a2s + b2 അങ്ങനെ എഴുതും. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് മനസ്സിലാവും. ഇനി നമ്മൾ ഇവിടെ
ലീനിയർ ഇൻവേഴ്സ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നതല്ലോ. L inverse of alpha into f of s plus beta into g of s എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽഫ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാപ്ലാസ് ലീനിയാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യും, അതേപോലെ എൽ ഇൻവേഴ്സ് ലീനിയാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. എൽ ഇൻവേഴ്സ് ഓഫ് ആൽഫ എഫ് പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു എൽ പ്ലസ് ബീറ്റ ഇൻറ്റു എൽ എഫ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ജി. ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഇതിന്റെ പ്രൂഫ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഇനി എൽ ഇൻവേഴ്സ് ഇത് ലാപ്ലാസ് എഫ് ഇൻവേഴ്സ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നായിരിക്കും. ഇൻവേഴ്സ് എഫ് ഓഫ് ടി ആണെങ്കിൽ എസിന്റെ കൂടെ എസ് മൈനസ് എ വന്നു കഴിഞ്ഞാൽ ഇത് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും. അതായത് ഇ റേസ് ടു എ ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. എപ്പോഴും എഫ് ബാർ ഓഫ് എസ് മൈനസ് എ വരുന്നത്. അതിന്റെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 2. നമുക്ക് വേണ്ടത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഈ സാധനം നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണേ എൽ ഇൻവേഴ്സ് ഓഫ് ഇതൊരു ഫംഗ്ഷൻ അങ്ങനെ അല്ല, ഇത് എഫ് ജി എച്ച് എന്നിട്ട് എടുത്തത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് പ്ലസ് ജി പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ്, ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ്, ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എഴുതി. ഇവിടെ നമുക്ക് 2 പുറത്തെടുക്കാം അല്ലെ. ഈ 2 പുറത്തെടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻവേഴ്സ് ലാപ്ലാസ് എസ് പ്ലസ് 3 അല്ലെ, ഈ ടേമിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്ലൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. L inverse of s minus 4 by s minus 4 whole square plus 3 square. ഈ 9 നമ്മൾ 3 സ്ക്വയർ എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് 1 പ്ലസ് ഈ 17 ഞാൻ ഇവിടെ റൂട്ട് 17 ഹോൾ സ്ക്വയർ എഴുതിയിട്ടുണ്ട്. റൂട്ട് 17 ഹോൾ സ്ക്വയർ. ഇത് 25 നമുക്ക് എസ് പ്ലസ് 3 ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ മൈനസ് 25 അങ്ങനെയാണ് ഇവിടെ കിട്ടും. ഇവിടെ നമുക്കൊരു പ്രത്യേക ഫോർമാറ്റ് കിട്ടാൻ നോക്കാം. എസ് എൻ മൈനസ് 4 ബൈ എസ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഇത് നമുക്ക് ഇ റേസ്റ്റ് 40 പുറത്തെടുത്തിട്ട് നമുക്ക് എഴുതാം. ഇ റേസ്റ്റ് പുറത്തെടുത്തിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അതായത് ഈ സാധനത്തിന് നമ്മൾ ഇങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായിരുന്നു പഠിച്ചത്. ഇതാണ് ഇത് ഉപയോഗിച്ചിട്ട് ഈ പ്രോപ്പർട്ടി നമ്പർ 2 എന്താ പ്രോപ്പർട്ടി നമ്പർ 2 ഉപയോഗിച്ചിട്ടാണ്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി, അല്ലെങ്കിൽ ഇ റേസ് ടു എ ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എസ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ സാധനം എങ്ങനെ അപ്ലൈ നോക്കിക്കോളെ. എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 4 ബൈ എസ് മൈനസ് ഹോൾ സ്ക്വയർ നമ്മൾ എങ്ങനെ ചെയ്താൽ മതി. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ റേസ് ടു 40 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 4 എന്നുള്ളത് മാറ്റി നമ്മൾ, കാരണം ഇവിടെ 4ൻ്റെ ഇവിടെ സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് തിയറ ഉപയോഗിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കണേ. എൽ ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എസ് മൈനസ് എ, ഇത് എസ് മൈനസ് 4 ടൈപ്പിലുള്ള എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എസ് മൈനസ് 4. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എസ്, ഒരു എസ് അടങ്ങിയ ഫംഗ്ഷൻ. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഇത് 2 ബൈ ഇതിനെ നമ്മൾ ഒരു പ്രത്യേക ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ നമ്മൾ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക? 2 ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ഇവിടെ ഉണ്ട്. ഇനി എസ് സ്ക്വയർ പ്ലസ് 17 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ എനിക്ക് മുകളിൽ റൂട്ട് 17 വരുത്തിക്കണം. ഈ സ്ഥലത്ത് 2 പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ എൽ ഇൻവേഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യണം, ഇവിടെ അപ്ലൈ ചെയ്യണം, ഇത് അപ്ലൈ ചെയ്യണം. എൽ ഇൻവേഴ്സ് ഓഫ് ഇവിടെ റൂട്ട് 17 ഇടുക. ഇവിടെ റൂട്ട് 17 ഇടുമ്പോൾ ഇവിടെ റൂട്ട് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ക്യാൻസൽ ആയി പോകുമല്ലോ. ഡിവൈഡ് ബൈ
എസ് സ്ക്വയർ പ്ലസ് ഇവിടെ √17 ഹോൾ സ്ക്വയർ പ്ലസ്. അപ്പോൾ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതും കൂടെ വേണം. ഇവിടെ എന്താ പറഞ്ഞാൽ s+3 ഉണ്ട് s+3 ഹോൾ സ്ക്വയർ. ഇവിടെ e⁻3t -3t പുറത്തെടുക്കുക, പ്ലസ് അല്ലേ, s+3 ആയതുകൊണ്ട്. അതായത് L ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ ഓഫ് s+a എന്ന് പറഞ്ഞാൽ e⁻−at ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് s. അപ്പോൾ e⁻, ഇവിടെ നമുക്ക് പുറത്തെടുക്കുന്ന 3 ആണ്, s+3 ആയതുകൊണ്ട് e⁻−3t ഫംഗ്ഷൻ ഓഫ് L ഇൻവേഴ്സ് ഓഫ് s/s² - 5². ഇനി നമുക്ക് വേണ്ടത് e⁻4t ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് cos3t. ഈ 2/√17 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ലാപ്ലാസ് എന്ന് പറയുന്നത് sin√17t ആണ്. ഇത് സൈനിൻ്റെ എക്സ്പാൻഷനാണ്, sin at. ഓക്കെ, പിന്നെ e⁻−3t ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. L ഇൻവേഴ്സ് s/s² - 5² എന്ന് പറഞ്ഞാൽ cos ഹൈപ്പർബോളിക് 5t ആണ്. cos ഹൈപ്പർബോളിക് 5t ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കണം. L ഇൻവേഴ്സ് ഓഫ് 1/s⁴ + s² + 1. ഇത് കുറച്ചുകൂടി വിഷമമുള്ള സാധനമാണ്, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, s⁴ + s² + 1 നമുക്ക് L ഇൻവേഴ്സ് ഓഫ് ഇത് നമുക്ക് ഇതാണ് ഇങ്ങനെ എഴുതുന്ന പഠിക്കണം. എങ്ങനെയാണ് പഠിക്കുക? അത് ഇങ്ങനെ s² - s² ആ ടൈപ്പ് രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കുക മക്കളെ? അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അതിനെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആദ്യം ഇത് ഇവിടുന്ന് തൊട്ട് ഇവിടുത്തെ വരെ എങ്ങനെ ഉണ്ടാകുന്ന പഠിക്കണ്ടേ? അത് നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ s⁴ എഴുതുക പ്ലസ് s². അപ്പോൾ s²ന്റെ കോയിഫിഷ്യൻ്റ് എത്രയാ? കോയിഫിഷ്യൻ്റ് 1 അല്ലേ? s² കോയിഫിഷ്യൻ്റ് 1 ആണ്. 1ന്റെ പകുതി എത്രയാ? 1/2. ആ 1/2ന്റെ സ്ക്വയർ എടുക്കുക, അത് ഇവിടെ ആഡ് ചെയ്യാം. 1/2 സ്ക്വയർ എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് ഇതൊരു ബ്രാക്കറ്റിലേക്ക് ആക്കുക. അപ്പോൾ ഇനിയിവിടെ ബാക്കിയുള്ളത്, ഇപ്പോൾ നമ്മൾ ഒരു 1 + 1/4 ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ബാക്കി 1 ഉണ്ട്, +1 ഇട്ടിട്ട് നമ്മൾ 1/4 ആഡ് ചെയ്തുകൊണ്ട് അത് കുറച്ച് കളയാം, എന്നാലും വിലക്ക് വ്യത്യാസം വരാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ബ്രാക്കറ്റിലുള്ള സാധനത്തിന് s+1/2 ഹോൾ സ്ക്വയർ എഴുതാം. ഇതിനെ നമുക്ക് LC എടുത്താൽ 4 - 1 3/4. ഓക്കെ, സോറി, ഇങ്ങനെ ആക്കണ്ട. s² + 1 ഇങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, ഓക്കെ, അത് പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് കൊടുത്തത്. ഓക്കെ, ഇങ്ങനെ ചെയ്യണ്ട. ഇത് L ഇൻവേഴ്സ് ഓഫ് 1/s⁴ + s² + 1 നമ്മൾ ഓക്കെ. അപ്പോൾ ഇതിന് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ s⁴ + s² + 1 നമുക്ക് ഒരു സ്ക്വയർ ടൈപ്പിൽ സാധനം ഉണ്ടാക്കണം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുക? s⁴ + 2s² + 1 എഴുതുക. നമ്മൾ ആഡ് ചെയ്തത് ഇവിടെ s² ആവുള്ളൂ. നമ്മളൊരു 1s² ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ആഡ് ചെയ്ത 1s² കുറച്ച് കളയുക. ഇതിന് നമുക്ക് s² + 1 ഹോൾ സ്ക്വയർ എഴുതാം. ഈ സാധനത്തിന് ഈ ബാക്കിയുള്ള സാധനം ഇവിടെ എഴുതുക. അപ്പോൾ നമ്മൾ എഴുതി s² + 1 ഹോൾ സ്ക്വയർ മൈനസ് ഇതാണിത്. ഇനി നമുക്ക് ഒരു കാര്യമുണ്ട്, ഇത് ഈ ബ്രാക്കറ്റിലുള്ള സാധനം x ആണെന്നിരിക്കുക, ഇത് y ആണെന്നിരിക്കുക. അപ്പോൾ ആ സാധനം x² - y² ഉള്ളത്, അതായത് x - y × x + y എന്നിരിക്കും നമുക്ക്. അപ്പോൾ ഇത് x², ഇത് y². ബ്രാക്കറ്റിലാകുന്ന സാധനം x², ഇത് y². അപ്പോൾ x - y × x+. അപ്പോൾ ഇത് x - y × x + y. ഓക്കെ, അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1/ അങ്ങനെ വന്നു. ഇനി L ഇൻവേഴ്സ് ഓഫ് ഇത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക? L ഇൻവേഴ്സ് ഓഫ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പവർ 2 വന്നു കഴിഞ്ഞാൽ as + b/s² - s + 1
പ്ലസ് സി എസ് പ്ലസ് ഡി ബൈ എസ് സ്ക്വയർ പ്ലസ് ഇത് 2 പ്രാവശ്യം ഉണ്ടല്ലോ. ഈ സാധനം ഒരു പ്രാവശ്യം, സോറി ഇത് ഡിഫറൻ്റ് ആണ്. ഒന്ന് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എസ്, ഒന്ന് എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 എസ് 1. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു ടേം വന്നു സ്ക്വയറിലെ സെക്കൻഡ് ഡിഗ്രി വന്നു, ഇവിടെ വേറെ സെക്കൻഡ് ഡിഗ്രി വന്നു. അന്നേരം നമ്മൾ ഇവിടെ മുകളിൽ എ എസ് പ്ലസ് ബി എന്ന് എഴുതുക, എന്നിട്ട് ഈ സാധനത്തിന് അടിയിൽ എഴുതുക. പിന്നെ വേറൊരു സെക്കൻഡ് ഡിഗ്രി സാധനമാണ്, അതുകൊണ്ട് സി എസ് പ്ലസ് ഡി എന്ന് എഴുതുക. ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്, ഡിഫറൻ്റ് ആയതുകൊണ്ട് സി എസ് പ്ലസ് ഡി എന്ന് എഴുതിയിട്ട് അടിയിൽ ആ സാധനം എഴുതും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, എ ബി സി ഡിയുടെ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെ ഫൈൻഡ് ചെയ്യുക? നമ്മളെ ഇടത്തെ സൈഡിലെ ടേം എന്ന് പറയുന്നത്, സോറി ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത്. ഈ ഇടത്തെ സൈഡിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് 1 ഇതാണ് ഇടത്തെ സൈഡിലുള്ളത്, ഈ സാധനം 1 എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു സാധനം 1 എസ് സ്ക്വയർ പ്ലസ്. അപ്പോൾ ഇടത്തെ സൈഡിൽ ഇതാണുള്ളത്, വലത്തെ സൈഡിൽ ഇതാണുള്ളത്. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സാധനം നമ്മൾ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ. ഈ സ്റ്റെപ്പിലുണ്ട് സാധനം. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ സാധനം, ഇതിൻ്റെ അകത്തുള്ള ഈ ലാപ്ലാസ് ഇൻവേഴ്സിൻ്റെ അകത്തുള്ള സാധനം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഇവിടെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ 1 ഈ സാധനത്തിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത് ഇവിടെ എസ് പ്ലസ് ബി ബൈ എന്ന് എഴുതുക, സി എസ് പ്ലസ്. ഇത് രണ്ട് വ്യത്യസ്തമായതുകൊണ്ടാണ് ഇങ്ങനെ, ഒന്ന് എസ് പ്ലസ് ബിയും മറ്റേ സി എസ് പ്ലസ്. സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ടാണ് ഇങ്ങനെ എസ് പ്ലസ് ബി എന്ന് എഴുതുന്നത്. ഓക്കെ. ഇനി അടുത്ത നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എന്റെ വില, ബിന്റെ വില, സിന്റെ വില, ഈ ഡിന്റെ വില നമ്മൾ ഫൈൻഡ് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ആ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇത് എൽ സി എടുക്കുക. എൽ സി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് പ്ലസ് ബി ഇൻറ്റു ഈ സാധനം ഇവിടെ വരും, ഈ സാധനം ഇവിടെയും വരും. അടിവശം 2 എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ പ്ലസ് 1 ഉണ്ടാവും, എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1 ഉണ്ടാവും. അതേപോലെ ഇപ്പുറവും ഇല്ല. അപ്പോൾ ഈ സാധനം ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ എൽ സി എടുക്കുമ്പോൾ വെട്ടിപ്പോവും. അപ്പോൾ 1 മോള് 1 ഉണ്ടാവും, 1 സമം എസ് പ്ലസ് ബി ഇൻറ്റു സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1, പിന്നെ സി എസ് പ്ലസ് ഡി ഇൻറ്റു ഈ സാധനം സ്ക്വയർ മൈനസ് എസ് പ്ലസ് 1. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എയും ബിയും സി ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് കോയിഫിഷ്യൻസ് ഓഫ് എസിൻ്റെ കോയിഫിഷ്യൻറ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എസിൻ്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണ് വരിക, ഇതൊരു എസിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇടുക. അപ്പോൾ എ, പിന്നെ എസിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇടുക, എസും ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി. പിന്നെ വേറെ വരില്ല ഇവിടെ. പിന്നെ എസിൻ്റെ കോയിഫിഷ്യൻറ്റ് വരിക ഇവിടെ, ഇതൊരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസിൻ്റെ കോയിഫിഷ്യൻറ്റ് വരിക, അത് സി ആണ്. പിന്നെ എസിൻ്റെ കോയിഫിഷ്യൻറ്റ് വരിക, ഇതും ഡി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അപ്പം മൈനസ് ഡി. അടുത്ത സൈഡിൽ എസിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇല്ലാത്തതുകൊണ്ട് 0. അപ്പോൾ നമുക്ക് കിട്ടിയട്ടാ എ പ്ലസ് ബി മൈനസ് സി അല്ലല്ലോ, പ്ലസ് ബി. എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ഡി ഈക്വൽ 0 എന്ന് വരിക. പ്ലസ് സി മൈനസ് ഡി ആണ് കോയിഫിഷ്യൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇനി കോയിഫിഷ്യൻറ്റ് എസ് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതൊരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ആദ്യം എ ചെയ്ത് നോക്കുക. എയും എസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു എ വരും, എസ് സ്ക്വയർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇവിടുന്ന് ബിയും എസ് സ്ക്വയർ ആകുമ്പോൾ എ പ്ലസ് ബി. ഇവിടുന്ന് എസ് സ്ക്വയർ വരുമ്പോഴോ മൈനസ് സി. ഓക്കെ, ഇത് മൈനസ് സി, ഇവിടുന്ന് മൈനസ് സി വരും. പിന്നെ സ്ക്വയർ വരുമ്പോൾ ഓക്കെ, ഇവിടെ സ്ക്വയർ കോയിഫിഷ്യൻറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് 0. ഇത് കറക്റ്റാണ് അവർ എഴുതിയിരിക്കുന്നത്. കോയിഫിഷ്യൻറ്റ് ഓഫ് എസ് സ്ക്വയറാണ്. കോയിഫിഷ്യൻറ്റ് ഓഫ് എസ് വരുന്ന സമയത്ത് എസ് സ്ക്വയർ എസ് ക്യൂബ് വരും. എസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്ന് എ വരും, പിന്നെ സി വരും. ഈ എയും ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ എസ് ക്യൂബ് വരില്ല, ഇവിടെ ഇതൊന്നും മൾട്ടിപ്ലൈ സി എസ് ക്യൂ വരില്ല. അതാണ് എ പ്ലസ് സി ഈക്വൽ ടു, അടുത്ത സൈഡിൽ എസ് സ്ക്വയർ കോയിഫിഷ്യൻറ്റിലാണ് 0 വരും. അപ്പോൾ എ ഈക്വൽ ടു മൈനസ് സി എന്ന് വരും. ഇനി കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്താലോ, ബി വരും ഇവിടെ, ബി പ്ലസ് ഡി ഈക്വൽ ടു 0, ബി പ്ലസ് ഡി ഈക്വൽ ടു 1. അപ്പോൾ എ ഈക്വൽ ടു മൈനസ് സി ഇവിടെ കിട്ടി, ഈ ഇക്വേഷൻ കിട്ടി. ഇവിടുന്ന് ഇവിടെ എ ഈക്വൽ ടു മൈനസ് സി കൊടുത്താൽ വരും. എ ഈക്വൽ ടു മൈനസ് സി കൊടുത്തത് ഇങ്ങനെ വരും.
അപ്പോൾ ഇവിടെ വേറെ ഇക്വേഷൻ കിട്ടി, സ്റ്റാർ എന്നാണ് ഇക്വേഷൻ. -2c + b + d = 0. ഇനി കോഷ്യൻ്റെ ഇക്വേഷൻ നമ്മളെ കോൺസ്റ്റന്റ് കോഷ്യൻ്റെ ഇക്വേറ്റ് ചെയ്താൽ മതി. 1 ഉം b ഉം d. അപ്പോൾ b + d = 1 + d = 1 എന്നാണ് ഇക്വേഷൻ ഡെവലപ്പ് ആവും. അപ്പോൾ ഇത് കോഷ്യൻ്റെ എസിൻ്റെ ആണ്, a + b - d. അവിടെ നമ്മൾ a -c കൊടുത്താൽ സിയും സി വെട്ടിപ്പോയി b - d = 0, b + d = 1. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുക, ഈ രണ്ട് സാധനം സോൾവ് ചെയ്യുക. അത് രണ്ട് സോൾവ് ചെയ്താൽ b + d = 1 ഉം b - d = 0. സോൾവ് ചെയ്താൽ b = ½ വരും, d = ½ വരും. നമുക്കറിയാം സോൾവ് ചെയ്യുന്നത്. b + d = 1, b - d = 0. അതായത് b = d. അവിടെ കൊടുത്താൽ b = d കൊടുത്താൽ 2b = 1. അപ്പോൾ നമുക്ക് b = ½ വരും. b = ½ ആണെങ്കിൽ d യും ½ ആണ്. അപ്പോൾ നമ്മൾ എയും ബിയും സിയും ഡി ഒക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ എയും ബിയും സിയും ഡി ഒക്കെ നമ്മൾ ഇക്വേഷൻസിൽ ഏതൊക്കെയാ? കോയിഫിഷ്യൻ്റ് ഓഫ് എസ്, s², s³ പിന്നെ കോൺസ്റ്റന്റ് കോയിഫിഷ്യൻ്റ് എല്ലാം ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എ ബി സി ഡിയുടെ വില മുഴുവൻ കണ്ടുപിടിച്ചിരുന്നത്. ഓക്കെ, ആ വാല്യൂസ് മുഴുവൻ കണ്ടുപിടിച്ച് നമ്മളിവിടെ കൊടുക്കാൻ പോവാണ്. നമ്മൾ എവിടെ കൊടുക്കണം? നമ്മൾ ഈ സാധനത്തിന് ഇൻവേഴ്സ് ലാപ്ലാസാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആദ്യം ഇതിനെ ഇങ്ങനെ ആക്കി മാറ്റി ഇവിടെ ഇങ്ങോട്ടേക്ക് എടുത്ത് പിന്നെ ഇങ്ങനെ ആക്കി a + b c. ഇപ്പം നമുക്ക് എയും ബിയും സിയും ഡിനെ വില കൊടുത്ത് ആ കിട്ടിയ വില മുഴുവൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ വില മുഴുവൻ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് ഈ സാധനം നമ്മളൊന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇത് എന്റെ വില -½ ഇത് ബിന്റെ വില, ഇത് സിന്റെ വില, ഇത് ഡിന്റെ വില. അപ്പോൾ എന്റെ വില കൊടുത്ത് ബിന്റെ വില കൊടുത്ത് സിന്റെ വില കൊടുത്ത് ഡിന്റെ വില കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇവിടെ -½ ഉണ്ട്. ഇത് -½ ഇത് -½ രണ്ടിടത്ത് -½ പുറത്തെടുത്താൽ അതോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, -½ ഇവിടുന്ന് പുറത്തെടുത്താൽ ഇവിടെ എസ് ഉണ്ടാവും. ഇവിടെ ഒരു -s, ഇവിടെ പ്ലസ് ആണ്. മൈനസും പുറത്തെടുത്തിട്ടുണ്ട്, നെഗറ്റീവ് എന്താ നെഗറ്റീവ് ½ പുറത്തെടുത്ത്. അപ്പോൾ ഇവിടെ s-1 വരും, s-1. ഇനി ഇവിടുന്ന് ½ പുറത്തെടുത്തു, ഈ രണ്ട് ഹാഫും പുറത്തെടുത്തു. ഇവിടെ s+1 ഉണ്ടാവും. അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ -½ ആണ് പുറത്തെടുത്തത്, ഇവിടെ ഉണ്ട് -½ പുറത്തെടുത്തു. L ഇൻവേഴ്സ് ഓഫ് s-1 ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അടിയിലുള്ള സാധനത്തിന് ഒരു പ്രത്യേക രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. s² - s+1 നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ നടുവിൽ തന്നെ കോയിഫിഷ്യന്റ് നെഗറ്റീവ് ഒന്നല്ലേ, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ -1/2 അല്ല, അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ 1/4 വരിക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് s² - s + 1/4 ആഡ് ചെയ്തു. ആ ആഡ് ചെയ്ത സാധനം എനിക്കിപ്പോൾ നമ്മുടെ കുറക്കുക -1/4. അപ്പോൾ ഇതിന് എനിക്ക് s - ½ എന്നുള്ളത്, ഇതിന് എനിക്ക് 3/4 എന്നുള്ളത്. LC എടുത്താൽ 4 - 1/4 3/4. ഇനി അപ്പോൾ നമുക്ക് ഈ സാധനത്തിന് ഇത് s-1 ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ സാധനത്തിന് ഞാൻ ഇങ്ങനെ ആക്കി മാറ്റി, എന്താ 3/4. ഇതേപോലെ തന്നെ ഹാഫ് ഇവിടെ ഉണ്ട്. ഇവിടെ s+1 ഇങ്ങനെയുള്ളത്. ഇവിടെ ഞാൻ ചെറിയൊരു അറേഞ്ച്മെന്റ് s² + s+1. പിന്നെ നടുവിലത്തെ കോയിഫിഷ്യന്റ് എസിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, അതിന്റെ പകുതി 1/2, അതിന്റെ സ്ക്വയർ 1/4. അതോടെ ആഡ് ചെയ്ത് കൊടുക്കുക. s² + s ഇവിടെ ആഡ് ചെയ്ത് 1/4. ഇനി ഇവിടെ ഒരു +1 എഴുതണം. ആഡ് ചെയ്ത സാധനം കുറക്കുകയും ചെയ്യാം. ഇതിന് നമുക്ക് s+1/2² എഴുതാം. ഇവിടെ ഇത് +3/4. അപ്പം ഞാനിവിടെ എഴുതി s+½ + 3/4. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ s-½ ഉള്ള അതേപോലെ ഇവിടെ ഹാഫ് വരുത്തിക്കണം. ഇവിടെ s+½ ഇവിടെ ഒരു ഹാഫ് വരുത്തിക്കണം ഈ 1ന്റെ സ്ഥാനത്ത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ തന്നെ എഴുതി
എൽ ഇൻവേഴ്സ് ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എസ് മൈനസ് ഈ -1 ഞാൻ എന്ത് ചെയ്ത് -1 മൈനസ് ഹാഫ് എന്ന് എഴുതാം. അപ്പം -1 ഇനി ഇവിടെ +1 അടുത്ത് ഈ +1 ഞാൻ എന്ത് ചെയ്ത് ഹാഫ് പ്ലസ് ഹാഫ് എന്നത് അപ്പം +1 അല്ല. അപ്പോൾ ആ സ്റ്റെപ്പ് ഇവിടെ ഓക്കെ ആയി. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇല്ലേ ഇത് ഈ ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ ഈ ടേമിനെയും ഹരിക്കണം, അതായത് ഈ ടേമിനെയും ഹരിക്കണം, പിന്നെ ഈ ടേമിനെയും ഹരിക്കണം. ഏത് ടേമിനെ? ഇതിനെയും. ഇപ്പം ഈ എൽ ഇൻവേഴ്സ് ഓഫ് എന്നുള്ള സാധനം രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് ഈ ടേം അടങ്ങിയിരിക്കുന്ന ഒരു സാധനം S-½ ഈ സാധനം അതിവിടെ എഴുതിയിട്ടുണ്ട്. ഈ 3/4 ഞാൻ എന്ത് എഴുതണം? √3/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി ജസ്റ്റ് വെറുതെ. ഓക്കെ. ഇനി -½ ഇൻറ്റു ഈ സാധനം ഇവിടെ വരണം. -½ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ഇത് -½ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് -½ ഈ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുത്ത -½ എന്താവും? അല്ലെ -½ തന്നെ ഇട്ടേക്ക്. -½ എൽ -½ ഇൻറ്റു എസ് മൈനസ് ഈ സാധനം അടിയിൽ ഇടുക. ഇതായത് S-1/2 ഹോൾ സ്ക്വയർ √3/2 സ്ക്വയർ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതിനാൽ എനിക്ക് ഇവിടെയുള്ള ഈ √3/2 ഹോൾ സ്ക്വയർ അല്ലേ അതേപോലത്തെ ഒരു സാധനം മുകളിൽ വരുത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ √3/2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇത് എ എന്ന് പറയുന്ന ടൈപ്പിലാണ് ഉള്ളത്. A/(S-b സ്ക്വയർ പ്ലസ് A സ്ക്വയർ ടൈപ്പിലാണ് സാധനം ഉണ്ടാകുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് എ. ഇപ്പോൾ √3/2 ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് പുറത്ത് ഒരു 2/√3 റെസിപ്രോക്കൽ 2/√3 അല്ലേ, അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ. അപ്പോൾ അത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയിപ്പോവും, വിലക്ക് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്തത്? ഇവിടെ √3/2 ഇട്ട് കൊടുത്ത് അതിന് കണക്കാക്കിയിട്ട് വില വ്യത്യാസം വേണമെങ്കിൽ 2/√3 ഇട്ട് കൊടുത്ത്. ഓക്കെ. ഇനി നമ്മൾ അപ്പോൾ ഇവിടുന്ന് നമുക്ക് രണ്ട് ടേം വന്നിരിക്കുകയാണ്. ഒന്ന് ഇതുമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ -½ വെച്ചിട്ടുള്ള സാധനം -½ എന്ന് പറഞ്ഞാൽ സോറി ഇത് ഈ -½ ഇവിടെ തന്നെ ഉണ്ട്. ഇതിനെ ഞാൻ ഒരു വലിയ ബ്രാക്കറ്റിൽ ഇട്ടതാണ്. ഇതിനെ മൊത്തം രണ്ട് കഷ്ണം, ഈ സാധനത്തിന് മൊത്തം രണ്ട് കഷ്ണമാക്കിയത്. അപ്പോൾ ഈ -½ ആണ് ഇവിടെ കാണുന്നത്. ഇനി ഇതിനെ ഇതേപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ സാധനത്തിന് രണ്ട് കഷ്ണമാക്കണം. അപ്പോൾ ഈ ഹാഫ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഹാഫ്. ഇനി ഈ സാധനം കൊണ്ട് ഈ അടിയിലുള്ള സാധനം കൊണ്ട് ഇതിനെ ഹരിക്കണം, പിന്നെ ഇതിനെ ഹരിക്കണം. അപ്പോൾ S+1/2 ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെ √3/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി എൽ ഇൻവേഴ്സ് ഓഫ് ഹാഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഹാഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹാഫ് ഡിവൈഡഡ് ബൈ ഈ സാധനം അല്ലേ വരിക. അപ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ട്. പിന്നെ 3/4 √3/2 ഹോൾ സ്ക്വയർ. ഇനി ഞാനിവിടെ ഇല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ √3/2 എന്ന് പറഞ്ഞ സാധനം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. √3/2 അതിൻ്റെ വിലക്ക് വ്യത്യാസം വേണ്ടിക്കാൻ എൻ്റെ റെസിപ്രോക്കലായ 2/√3 പുറത്ത് ഇട്ട് കൊടുക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളത്. ഇനി നമ്മൾ ഇത്രയും സ്റ്റെപ്പിലേക്ക് നമുക്ക് 4 ടേം ഉണ്ട്. 1 2 3 4. ഇനി നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്നതാണ്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനത്തിന് എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളെ. ഇത് S-½ ഹോൾ സ്ക്വയർ പ്ലസ് √3/2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കുന്നത് നമ്മൾ നോക്കുക. നമുക്ക് അത് S-A ടൈപ്പിൽ എൽ ഇൻവേഴ്സ് ഓഫ് S-A by S-A whole square plus B square ഈ ടൈപ്പിലുള്ളത്. ഇതിനെ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇവിടെ നോക്കിയതാണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. e⁻½ പുറത്തെടുത്തിട്ട്, അതായത് ഈ സാധനം S-½ അങ്ങനെയല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതി ഈ -1/2 ഇവിടെ എഴുതുന്നുണ്ട്. -1/2 ഇതിന് e⁻½ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് S/S² പ്ലസ് √3/2 സ്ക്വയർ.
അപ്പോൾ നമുക്ക് എന്താ വരിക? ഇതാണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ലാപ്ലാസ് നമുക്ക് അറിയാം. ഇതിൻ്റെ ലാപ്ലാസ് നമ്മൾ കാണുമെങ്കിൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് റൂട്ട് 3 ബൈ സ്ക്വയർ. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് റൂട്ട് 3 ബൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് ലാപ്ലാസ് എന്ന് പറയുന്നത് കോസ് റൂട്ട് 3 ബൈ 2 ടി ആണ്. അതിൻ്റെ ലാപ്ലാസ് എന്താണ്? കോസ് റൂട്ട് 3. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ലാപ്ലാസ് നമ്മൾ ഫൈൻഡ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഈ സാധനം കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെയുള്ള സാധനം റൂട്ട് 3 ബൈ 2 ബൈ എസ് മൈനസ് ഹാഫ് സ്ക്വയർ പ്ലസ് റൂട്ട് 3 ബൈ 2 സ്ക്വയർ. അതിൻ്റെ ലാപ്ലാസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ലാപ്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നമ്മൾ അതേപോലെ തന്നെ ഇത് ഇവിടുന്ന് ഇ റൈസ് ടു ഹാഫ് ടി നമുക്ക് പുറത്തെടുക്കാം. ഇവിടുന്ന് ഇവിടുന്ന് ഇത് ഇവിടെ ഒരു ഹാഫ് ഇല്ലേ, അതുകൊണ്ട് ഇ റൈസ് ടു ഹാഫ് ടി പുറത്തെടുത്തുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നോ അങ്ങനെ എഴുതാം. എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എ ബൈ. അപ്പോൾ ഇ റൈസ് ടു ഹാഫ് ടി ഇവിടുന്ന് പുറത്തെടുക്കുക. ഇ റൈസ് ടു ഹാഫ് ടി പുറത്തെടുത്ത് എൽ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3 ബൈ 2 ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് റൂട്ട് 3. ഇതെന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇത് സൈൻ ഓഫ് റൂട്ട് 3 ബൈ 2 ആണ്. ഇത് സൈൻ ഇ റൈസ് ടു minus half e raised to absolute L inverse of cos root 3 by 2. ഇത് കോസ്, ഇതാണ് മൈനസ് ഹാഫ്. ഇതിൻ്റെ ആൻസർ ഇ റൈസ് ഹാഫ് ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ഇത് എന്ന് പറഞ്ഞാൽ സൈൻ റൂട്ട് 3 ബൈ 2 ടി. ഇനി ഇതിൻ്റെ വേണം നമുക്ക്. നമ്മൾ ഏത് ടൈമാണ്? തേർഡ് ടൈമിൻ്റെ നമുക്ക് എസ് ഇൻവേഴ്സ് എസ് പ്ലസ് ഹാഫ് ബൈ എസ് പ്ലസ് അതല്ലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം ഹാഫ് ഇൻറ്റു ഇ റൈസ് ടു പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് വരുന്നുണ്ട്, മൈനസ് ഹാഫ് ടി ഇടുക. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് റൂട്ട് 3 ബൈ 2 സ്ക്വയർ. അപ്പോൾ എസ് മുകളിലുള്ള കോസിലേക്ക് തന്നെ വരിക അത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഉത്തരം എന്ന് പറയുന്നത് തേർഡ് ടേമിൻ്റെ ഉത്തരം കോസ് റൂട്ട് 3 ബൈ 2 ടി. ഇനി ഏറ്റവും അവസാനത്തെ ഫോർത്ത് ടേമിൻ്റെ ഉത്തരം, ഏറ്റവും അവസാന സ്ഥാനമായ ഇതിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടുന്ന് 2 2 വെട്ടിപ്പോയി, 1 ബൈ റൂട്ട് 3 പുറത്തുണ്ട്. എൽ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3 ബൈ 2 ഡിവൈഡ് ബൈ ഇതെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഇ റൈസ് ടു ഹാഫ് മൈനസ് ഹാഫ് ടി പുറത്തെടുക്കുക, പ്ലസ് ആയതുകൊണ്ട്. പിന്നെ എൽ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3 ബൈ 2 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് റൂട്ട് 3 ബൈ 2 സൈൻ സ്ക്വയർ. അത് സൈനാണ് വരും. അപ്പം നാലാമത്തെ ടേമിൻ്റെ ആൻസർ ഇങ്ങനെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് 1 2 3 4 ടേം, 4 ടേമിൽ നമുക്ക് കമ്പൈൻ ചെയ്യുന്നത് റൂട്ട് 3. ഈ സാധനം കമ്പൈൻ ചെയ്യുക. ഇവിടെ കോസ് റൂട്ട് 3 ബൈ 2 ടി ഉണ്ട്, ഇവിടെ കോസ് റൂട്ട് 3 ബൈ 2 ഉണ്ട്. കമ്പൈൻ ചെയ്യുക. കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് ഹാഫ് പുറത്തെടുത്താൽ ബാക്കി ഇ റൈസ് ടി ബൈ 2 ഉണ്ട്, ഇ റൈസ് മൈനസ് ടി ബൈ 2 ഇവിടെ എഴുതി. സൈൻ റൂട്ട് 3 ബൈ 2 പുറത്തെടുക്കുക, 1 ബൈ റൂട്ട് 2 റൂട്ട് 3 ഇ റൈസ് ടു. അപ്പോൾ ഇത് രണ്ട് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ ഇ റൈസ് ടു ടി ബൈ 2 രണ്ട് പ്ലസ് ആയിരുന്നു മൈനസ്. ഇനി ഈ രണ്ടിനെ ഇവിടെ അതിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നു, ഈ രണ്ടിനെ ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരും. ഇത് കോസ് റൂട്ട് 3 ബൈ 2 അങ്ങനെ തന്നെ നെഗറ്റീവ് ഉണ്ട്. ഇതിനെ നമ്മൾ പറയുക സൈൻ ഹൈപ്പർബോളിക് ടി ബൈ 2 എന്ന്. ഇതിനെ നമ്മൾ വിളിക്കുക കോസ് ഹൈപ്പർബോളിക് ടി ബൈ 2 എന്ന് വിളിക്കുക. അപ്പോൾ ഉത്തരമായി.
അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. ഇനി നമുക്ക് find the inverse transform of L inverse of S by S square plus S raised to 4 plus S square plus 1. ഇത് കണ്ടുപിടിക്കാൻ L inverse of നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ ഇങ്ങനെ എഴുതാം. S raised to 4 plus S square plus 1 ഞാൻ നേരത്തെ എഴുതിയിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന് എക്സ് സ്ക്വയർ ഇത് മൈനസ് വൈ സ്ക്വയർ ടൈപ്പാണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ടൈപ്പിൽ എഴുതി. പിന്നെ നമുക്ക് ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ ഓക്കെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് അങ്ങനെയാണുള്ളത്. ഓക്കെ ഓക്കെ ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ടാണ് അവർ എഴുതുന്നത്, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ഈ സാധനത്തിന് ഇങ്ങനെ എഴുതാം. ഇത് എന്താ പറഞ്ഞാൽ നമ്മൾ ഇതിനെ അങ്ങനെ എക്സ് മൈനസ് വൈറ്റ് എക്സ് പ്ലസ് വൈ ടൈപ്പിൽ എഴുതിയില്ല. ഇവിടെ ഒരു മോൾ എസ് ഉള്ളതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്കിനി ഇങ്ങനെ എഴുതാം 1 ബൈ എസ് സ്ക്വയർ മൈനസ് എസ് പ്ലസ് 1 മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1. എൽ സി എടുത്ത് നോക്കി. എൽ സി എടുത്താൽ ഇതിവിടെ വരും, എൽ സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1. ഈ സാധനം അങ്ങോട്ട് പോകും, എസ് സ്ക്വയർ മൈനസ് എസ് പ്ലസ് 1 ഡിവൈഡ് ബൈ അടിയിൽ എസ് സ്ക്വയർ മൈനസ് എസ് പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1. ഇത് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്താൽ ഈ എസ് സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ഈ എസ് മൈനസ് മൈനസ് പറയുമ്പോൾ 2s പ്രൊഡ്യൂസ് ചെയ്തു. 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ക്യാൻസൽ ആയി പോകും. ഈ പുറത്തേപ്പത്ത് ഹാഫ് വേണ്ട, ഈ ഹാഫ്. അപ്പോൾ ഈ ഹാഫ് വെട്ടിക്കഴിഞ്ഞാൽ എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എസ് പ്ലസ് 1 എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1 ടൈപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 പുറത്തിട്ടിട്ട്. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ട് പോലെ എഴുതിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എസ് മോളുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടി വരും. എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എസ് എന്ന രീതി as plus b by s square plus s minus 1 plus cs plus d divided by s square plus s plus 1. ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമുക്ക് ചില ഘട്ടങ്ങൾ ടിപ്പിക്കൽ ഘട്ടങ്ങൾ ഇങ്ങനെ ഷോർട്ട് കട്ട് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഘട്ടങ്ങൾ മനസ്സിലാക്കുക. എസ് മുകളിലുണ്ട്, ഇങ്ങനെ വന്നാൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഡയറക്റ്റ് എഴുതാം. അപ്പോൾ ഹാഫ് ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ഇത് മൈനസ് ഹാഫ് ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ഇത്. അപ്പോൾ അത് രണ്ട് എൽ ഇൻവേഴ്സ് ഓഫ് ഇത് മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇത്. നമുക്ക് എൽ ഇൻവേഴ്സ് ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോഫിഷ്യൻറ്റ് എസ് സ്ക്വയർ മൈനസ് കോഫിഷ്യൻറ്റ് മൈനസ് 1/, ഒരു പ്ലസ് 1/4 ആഡ് ചെയ്യുക. ഇത് മൈനസ് ഒന്നല്ല, മൈനസിൻ്റെ പകുതി മൈനസ് 1/2, അതിൻ്റെ സ്ക്വയർ 1/4. അത് പ്ലസ് അത് കുറക്കുക. അപ്പോൾ ഇത് എസ് മൈനസ് ഹാഫ് സ്ക്വയർ പ്ലസ് 3/4. ഇത് എസ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 3/4. ഓക്കെ, ഇത് എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് ഇത് ഹാഫ് അതിൻ്റെ പകുതി സ്ക്വയർ 1/4 പ്ലസ് 1 മൈനസ് 1/4. ഇത് എസ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 3/4. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു ഇത് നമുക്ക് എസ് മൈനസ് ഹാഫ് സ്ക്വയർ, ഇവിടെ കോഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ ഇതിനെ e⁻½ t പുറത്ത് എഴുതിയിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് 1 ഇതിന് ഇവിടെ √3 ഇവിടെ ഈ സാധനം ഇതിന് നമുക്ക് √3/2 ഹോൾ സ്ക്വയർ എഴുതാം.
ഇപ്പോൾ √3/2 ഇവിടെ √3/2 ഹോൾ സ്ക്വയർ എഴുതി. ഇനി മുകളിൽ √3/2 ഇവിടെ വരുത്തിക്കുന്നുണ്ട്. ഇവിടെ പുറത്തൊരു 2/√3 മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ ഇതിനെ e⁻⁻⁡t എന്ന് പറഞ്ഞിട്ട് കട പ്ലസ് അല്ലേ, അതുകൊണ്ട് e⁻⁻⁡t പുറത്തിട്ടിട്ട് L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് പിന്നെ √3/2 ഹോൾ സ്ക്വയർ മതി. √3/2 ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ √3/2 ഞാൻ വെറുതെ മൾട്ടിപ്ലൈ ചെയ്തെടുത്ത്. അപ്പോൾ അത് ലെവലാക്കാൻ വേണ്ടിയിട്ട് 2/√3 പുറത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ sin(√3/2t) ആണ്. ഇതിൻ്റെ ലാപ്ലാസ് എന്ന് പറയുന്നത് sin(√3/2t) ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏകദേശമായി. നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇത് കോമൺ ആണ്. നമുക്ക് ആ 2/√3യും കോമൺ ആണ്. എല്ലാം പുറത്തെടുക്കുക. 2/√3 ഉണ്ട്. ഓക്കെ. ഈ 2 ഇവിടെ ഒരു 2 ഉണ്ട്. അതും വെട്ടിപ്പോകും. പിന്നെ ഞാനൊരു 2 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു മുകളിൽ. അതുപോലെ തന്നെ ഇവിടെ താഴെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിന് നമ്മൾ സൈൻ ഹൈപ്പർബോളിക് എക്സ്പ്രസ് ചെയ്യേണ്ടിയിട്ട്, ഇതിനെ മൊത്തത്തിനാണ് സൈൻ ഹൈപ്പർബോളിക് എക്സ്പ്രസ് ചെയ്യേണ്ടിയിട്ടാണ് ആ 2 ഇവിടെ ഇട്ട് കൊടുത്തത്. എന്നാലും നമുക്ക് ഈ മൊത്തം സാധനത്തിന് സൈൻ ഹൈപ്പർബോളിക് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതിങ്ങനെ തന്നെ ഇട്ട്. ഓക്കെ. ഇവിടെ 2 മുകളിലത്തെ 2 വെട്ടിപ്പോകും ശരിക്കും. ഈ 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ അടിയിലൊരു 2 ഉണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും പുറത്തേക്ക് ഇട്ടാൽ 2 വെട്ടിപ്പോകും. പിന്നെ പിന്നെ 2 എന്തിനാ വന്നു പറഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് e⁻t2 - e⁻t2 ഉണ്ട്. ഇവിടെ ഒരു 2 ഇട്ട് എടുത്താൽ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് സൈൻ ഹൈപ്പർബോളിക് t/2 എന്ന് വിളിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 കൊണ്ട് അവിടെ കളിച്ചത്. ഇവാലുവേറ്റ് S inverse of L inverse of s² plus 29 ആണ്. ഓക്കെ. s plus 29/s plus 4 into s² plus 9. ഓക്കെ. ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം.